ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയാണ്. മലബാർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി. ഇത് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മട്ടൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോഗ്രാം മട്ടൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 6 അല്ലി വെളുത്തുള്ളി, ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ ഇത് കൂടുതൽ ചേർക്കരുത്. കൂടിപ്പോയാൽ മട്ടൻ കറിയിൽ ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു കുത്തൽ മുന്നിട്ട് നിൽക്കും. അപ്പോൾ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇപ്പം നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ മട്ടണിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്കൊരു 1 മണിക്കൂർ സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. സാധാരണ മലബാർ സ്റ്റൈൽ ബിരിയാണി തയ്യാറാക്കുന്നത് ജീരകശാല റൈസിലാണ്. ഇതിന് പകരം ബസുമതി റൈസ് ആയാലും മതി. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. പിന്നെ ഈ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുതിർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചൂടായ കടായിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. 5 ഗ്രാമ്പൂ, 5 ഏലക്ക, 3 ചെറിയ ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർക്കാം. ഇതെല്ലാം മൂത്ത് വന്ന ശേഷം 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ റൈസ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അതായത് നമ്മൾ ഈ റൈസ് ഒന്ന് കടിച്ചു നോക്കുമ്പോൾ അത് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവണം. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഏകദേശം 5 മിനിറ്റോളം സമയം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് വറുത്ത ശേഷം റൈസ് വേവിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് എന്ന അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇതിൽ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണം. കണ്ടോ, ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. മട്ടൺ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് 6 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം മട്ടണൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. മട്ടണിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ള 3 സവാളയും 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മലബാർ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല. പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇതിൽ വേണ്ട എരിവ് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലിപ്പോൾ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. പുളി പോരെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി പാകത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യുമ്പോഴേക്കും ഈ റൈസ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ റൈസ് തണുത്ത ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്ക് റൈസ് കുഴഞ്ഞ പോലെയാകും. ഇനി ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, ഇതൊട്ടും കുഴയാതെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിക്ക് ഒരു നല്ല കളറും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു മിക്സ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 തുള്ളി പൈനാപ്പിൾ എസൻസ്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ആദ്യം മട്ടൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് റൈസ്, പിന്നെ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞത്, വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസും മട്ടണും വെച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് വീണ്ടും മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതും ബാക്കിയുള്ളതും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഒരു അലൂമിനിയം ഫോയിൽ ആവിയൊട്ടും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വെച്ചു കൊടുക്കാം. ഇനി ഇത് പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചൂടായ പാനിലേക്ക് കടായി വെച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഇത് ദം ചെയ്തെടുക്കാം. എന്നിട്ട് 20 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ. ഇനി നമുക്കിത് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. റൈസൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കൊണ്ട് പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മലബാർ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സലാഡും ഡേറ്റ്സ് പിക്കിളും പിന്നെ പപ്പടമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ജീരകശാല റൈസ് ചേർത്ത് തന്നെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.